ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ സാധാരണ ഫുഡിൻ്റെ വീഡിയോ ഇടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് പേരെ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. അപ്പം കുറേ പേര് എന്നോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ഒത്തിരി നല്ലതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കഴിവിൻ്റെ പരമാവധി എല്ലാവരെയും നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂരിനടുത്തുള്ള ഏനാത്താണ്. ഇത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലെ കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഇപ്പം ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞാനൊരു നാടൻ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം എനിക്ക് എവിടെ പോയാലും നാട്ടിൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഒരു സന്തോഷം. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഏനാത്തിനടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഹായ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നറിയോ, എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ജനിച്ച വീട്ടിലാണ്. അപ്പം ഞാൻ ജനിച്ച സമയത്ത് ഈ വീടല്ലായിരുന്നു. ഇപ്പോൾ ഇത് എൻ്റെ ആങ്ങള പുതുക്കി പണിതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടുകാരൊക്കെയാണ്. ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം. നിങ്ങളെല്ലാവരും ചോദിച്ചായിരുന്നല്ലോ എല്ലാവരെയും കാണിക്കണമെന്ന്. അപ്പോൾ ആരും വന്നില്ലേ? അപ്പം ഇതാണ് എൻ്റെ മമ്മിയും പപ്പയും. അപ്പം ഈ മമ്മിയുടെയാണ് ഞാൻ ഉപ്പുമാങ്ങാലിട്ടിരിക്കുന്ന മുരിങ്ങയ്ക്ക കറിയില്ലേ അത്, പിന്നെ അമ്മ സ്റ്റേ ഗ്രീൻ പീസ് കറി, മുരിങ്ങയില കറി, അതൊക്കെ മമ്മിയുടെ സ്പെഷ്യലാണ്. മമ്മിയെ കണ്ട് ചെയ്തതാണ്. പിന്നെ ഇതാണ് എൻ്റെ പപ്പ. പപ്പ ഒരു അധ്യാപകനായിരുന്നു. പിന്നെ പപ്പയാണ് നമ്മുടെ ആ സ്പെഷ്യൽ ബീഫ് ഫ്രൈ നാട്ടിൽ നിന്നും കൊണ്ടുവന്നില്ലേ, നിങ്ങളതിന് തുറന്ന് കാണിച്ചില്ലേ, അതിൻ്റെ ആൾ. നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മമ്മി ഒരു ഹൗസ് വൈഫാണ്. പിന്നെ കുട്ടിപ്പട്ടാളം എല്ലാം ഉണ്ട്. ഞങ്ങൾ ഡിസംബറിൽ എല്ലാവരും കൂടെ ഒന്ന് കൂടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്താണ്. ഞാനുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോള്. പിന്നെ ഇപ്പം ഇതെൻ്റെ അനിയത്തിയാണ്. ഇവർ രണ്ടുപേരും ഷാർജയിലാണ്. അവളുടെ ഹസ്ബൻഡ്, കൊച്ചുമോളും കൊച്ചുമോനും, പിന്നെ അവരുടെ മോള്. ഒരു മോളും കൂടെ ഉണ്ട്, കുഞ്ഞു വാവയാണ്, കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ കൊച്ചുമോളാണ് ഷാർജയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഇതെൻ്റെ ബ്രദറാണ്, ഇളയതാണ് കേട്ടോ, ബിബിൻ, ബെഹറിലാണ്. പിന്നെ ഇവനും എൻ്റെ വൈഫ് അൻസ സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ ബെഹറിനി വർക്ക് ചെയ്യുകയാണ്. അവരുടെ മോള് അപ്പൂസ്. ഞങ്ങളുടെ പിള്ളേരെല്ലാം പേര് അമ്മൂസ്, അപ്പൂസ്, അച്ചൂസ്, ഇച്ചൂസ്. ഇച്ചൂസ് അമ്മൂന്നാ പേരുടെ ഇച്ചൂസെന്ന്. ഇപ്പം ഇവനാണ് ഉപ്പുമാങ്ങയുടെ ആർട്സിൻ്റെ മൊത്തം പുറകിൽ. ഇങ്ങോട്ട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയേ. എന്നെക്കാട്ടിലും അടിപൊളിയായിട്ട് പാചകം ചെയ്യുന്ന ആളാണ് കേട്ടോ. എന്ത് ഫുഡ് വേണേലും ഇവിടെ ഒപ്പിച്ചെടുക്കും. ഞാൻ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. നോർമലി ഒരിക്കലും മേക്കപ്പ് ചെയ്യാറില്ല. പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് വേണം പ്രസൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇവളാണ് അതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്. നല്ലതായിട്ട് മേക്കപ്പ് എല്ലാ ഐറ്റംസും റിവ്യൂ ചെയ്യാനൊക്കെ നല്ലപോലെ അറിയാം. അൻസ ഡൽഹി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ് കേട്ടോ. ഒരു മത
ആ ഓക്കെ. വാങ്ങടി അവിടെ വാങ്ങടി. കൊച്ചോക്കരുമ്പോഴത്തെ കൊച്ചോക്കരുമ്പോഴത്തെ എനിക്കൂടെ എനിക്കൂടെ വീഡിയോ ഞാൻ അടിക്കും. ഇവിടെ ആരും തുപ്പാൻ പാടില്ല വായിക്കുന്ന സാധനം. അപ്പോൾ എൻ്റെ അമ്മയാണ്. അപ്പം എപ്പോഴായാലും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ എപ്പോഴും മൊബൈലിൽ പകർത്താറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും വന്നിരിക്കുമ്പോൾ മമ്മ ഓടി വന്ന് കുറച്ച് പൗഡർ എടുത്ത് മുഖത്തോട്ട് കൊണ്ടിങ്ങനെ പൊത്തും. പിന്നെ കാരണം ഞാനങ്ങനെ പൗഡറൊന്നും ഉപയോഗിക്കാറില്ല. മമ്മിക്കാണെങ്കിൽ എപ്പോഴും ഒരുങ്ങിയൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മി എപ്പോഴും പറഞ്ഞു ഒരു പെൺപിള്ളേരെ ഇച്ചിരി മുഖത്ത് ഇച്ചിരി പൗഡറൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ഓടി വന്ന് മുഖത്തോട്ട് വന്ന് കുറച്ച് പൗഡറില്ലാതെ വന്നങ്ങ് തേച്ച് വെക്കും. പിന്നെ ഒരു ചീപ്പും എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ മുടി ചീവും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഇത്രയും സ്റ്റൈലൊക്കെ മതി എന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ് ഈ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ ലീവിനൊക്കെ വരുമ്പോൾ അത് ഞാൻ ശരിക്കും ആസ്വദിക്കും. അത് ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അമ്മി അങ്ങനെ ചെയ്യും. അപ്പം ഞാനത് വീഡിയോയിലാക്കി വെക്കും. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോയിലാക്കിയത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുവാന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ജെയ്സ്. ഉപ്പുമാങ്ങയുടെ വീഡിയോയുടെയൊക്കെ ക്യാമറയുടെ പുറകിൽ പലപ്പോഴും ഹസ്ബൻഡാണ്. അപ്പം ഈ വീഡിയോയുടെയും ക്യാമറയുടെ പുറകിലാണ്. അപ്പം നിങ്ങളെ ഞാൻ ഫോട്ടോ കാണിച്ചതാണ്. അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. വേറെന്താ പറയണ്ടി? വേറെന്താ വെച്ചാൽ പറയണ്ടേ? എന്തു അനുമാനം പറയണ്ടേ? വേറെ ഡയലോഗ് പറയണ്ടി പറ. പക്ഷെ അത് പപ്പായ ഫുഡിനെ കുറിച്ച് മാത്രം പറഞ്ഞു. അതെ, മമ്മി ഹൗസ് വൈഫാന്ന് പറഞ്ഞില്ല. അത് ഇടയ്ക്ക് കയറ്റിയതേ. ഇപ്പം യൗസഫല്ല, ഹസ്ബൻഡ് കൊച്ചുമോളും തെറ്റിപ്പോയി പറഞ്ഞില്ലയോ? ഓക്കെ, പറഞ്ഞിട്ട് പറയാം. ഇത് കൊച്ചുമോൾ. യു കുഴപ്പമില്ല.